എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ വരികളിലേക്ക് പോകാം. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്. ഒരു സ്ത്രീ അവർ തെരുവിലൂടെ പോകുന്ന ഒരാളെ വിളിക്കുകയാണ്. കോൾസ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കെ വിളിക്കുക, ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി വിളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അവരെന്തിനായിരിക്കും വിളിക്കുന്നത്? നമുക്ക് നോക്കാം. അവരാരെയാണ് വിളിക്കുന്നത്? ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്, അതായത് ആ വഴിയിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരാൾ. അദ്ദേഹത്തിന് അവരെ പരിചയമൊന്നുമില്ല. അവർക്കും അദ്ദേഹത്തെ അറിയില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നമ്മൾ അറിയാത്തൊരാളോട് സഹായം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര വിഷമമുള്ളതാണെന്നൊന്ന് ഓർത്തു നോക്കൂ. ആ സ്ത്രീ അത്രയധികം നിസ്സഹായിയായിരിക്കും, അല്ലേ? അടുത്ത വരി നോക്കൂ. അവരെന്താണ് ചോദിക്കുന്നത്? സർ, ക്യാൻ യു ഹെൽപ്പ് മീ? എത്ര ബഹുമാനത്തോടെയാണ് അവർ ചോദിക്കുന്നത്, അല്ലേ? സർ എന്നൊക്കെ വിളിച്ചിട്ടാണ്. എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് അവരുടെ ചോദ്യം. അവരുടെ ശബ്ദത്തിൽ എന്തുമാത്രം വിഷമവും പ്രതീക്ഷയും കലർന്നിട്ടുണ്ടാകും. അവർക്ക് വിശക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടാകാം. നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കും എന്നൊരു പ്രതീക്ഷയിലാണല്ലോ ചോദിക്കുന്നത്. ആ സ്ത്രീയും അതുപോലെ പ്രതീക്ഷയോടെയാണ് ആ മനുഷ്യന് വിളിച്ചത്. അവർ എന്തിനാണ് സഹായം ചോദിക്കുന്നതെന്ന് അടുത്ത വരികളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഹവ് നോവെയർ ടു സ്ലീപ്പ്. എന്താണ് അവർ പറയുന്നത്? ഭയങ്കര തണുപ്പാണ്, എനിക്ക് ഉറങ്ങാൻ ഒരിടവുമില്ല. ഒന്നാലോചിച്ചു നോക്കൂ കുട്ടികളെ. നല്ല തണുപ്പുള്ളൊരു രാത്രിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങാം. എന്നാൽ ഈ സ്ത്രീക്ക് അതിനൊന്നും സൗകര്യമില്ല. അവർക്കൊരു വീടില്ല. നോ വേ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ഒരിടവുമില്ല എന്നാണ്. എത്ര സങ്കടകരമായ അവസ്ഥയാണല്ലേ? തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മേൽക്കൂര പോലുമില്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ ലോകത്തുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വരി. അവർക്ക് വേണ്ടത് പണമോ ആഹാരമോ ഒന്നുമല്ല. അവരാദ്യം ചോദിക്കുന്നത് അതല്ല. അവർക്ക് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിടം വേണം. എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കാൻ ഒരിടം. അടുത്ത വരിയിൽ അവരത് വ്യക്തമാക്കുന്നുണ്ട്. ഇസ് ദെയർ സംവെയർ യു ക്യാൻ ടെൽ മീ? എനിക്ക് ഉറങ്ങാൻ പറ്റിയ ഏതെങ്കിലും ഒരിടം പറഞ്ഞു തരാമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു ഹോട്ടൽ മുറിയോ വീടോ ഒന്നുമല്ല അവർ ചോദിക്കുന്നത്. ഒരുപക്ഷെ രാത്രികാലങ്ങളിൽ അഗതികൾക്ക് അഭയം നൽകുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളെക്കുറിച്ചാകാം അവർ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ ആ തണുപ്പിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷ നേടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം. അവരുടെ ചോദ്യം വളരെ ലളിതമാണ്. ഒരു വിടരം മാത്രമാണ് അവർക്ക് വേണ്ടത്. ഇനി ആ മനുഷ്യന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അയാൾ അവരെ സഹായിച്ചോ? ഇല്ല. ഹി വാക്സ് ഓൺ, ഡസൻ ലുക്ക് ബാക്ക്. അയാൾ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നുപോയി. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. എന്ത് കഷ്ടമാണല്ലേ? ഒരു സ്ത്രീ അത്രയും ദയനീയമായി സഹായം ചോദിച്ചിട്ടും അയാൾ കേട്ട ഭാവം പോലും കാണിച്ചില്ല. ഡസൻ ലുക്ക് ബാക്ക് എന്ന പ്രയോഗം ശ്രദ്ധിച്ചോ? തിരിഞ്ഞു നോക്കിയില്ല. അതിനർത്ഥം അയാൾക്ക് അവരോട് ഒരു തരിമ്പുപോലും സഹതാപം തോന്നിയില്ല എന്നാണ്. അയാൾ മനഃപൂർവ്വം അവരെ അവഗണിക്കുകയാണ്. അടുത്ത വരി അത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഹി പ്രിറ്റൻസ് ഹി കാൺട്ട് ഹിയർ ഹർ. അയാൾ അവർ പറയുന്നത് കേട്ടില്ലെന്ന് നടിച്ചു. പ്രിറ്റൻസ് എന്ന് പറഞ്ഞാൽ നടിക്കുക, ഭാവിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അയാൾക്ക് അവർ പറഞ്ഞതെല്ലാം വ്യക്തമായി കേൾക്കാമായിരുന്നു. പക്ഷെ അയാൾ അത് കേട്ടില്ലെന്ന് നടിച്ചു. എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത്? ഒരു പക്ഷേ ആ സ്ത്രീയെ സഹായിക്കാൻ അയാൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്തിനു വെറുതെ പുലിവാല് പിടിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. നമ്മളിൽ പലരും ചിലപ്പോൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാകാം, അല്ലേ? സഹായം ചോദിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ വേഗം അവിടെ നിന്നും സ്ഥലം കാലിയാക്കാൻ ശ്രമിക്കും. അയാൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ എന്താണ് ചെയ്തതെന്നോ? സ്റ്റാർട്ട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്. അയാളൊരു പാട്ടൊക്കെ പാടി റോഡ് മുറിച്ചു കടന്നുപോയി. എന്തിനാണ് അയാൾ പാട്ടുപാടിയത്? ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കാതിരിക്കാനാണോ? അല്ല. ആ അവസ്ഥയിൽ നിന്നും ശ്രദ്ധ മാറ്റാനാണ്. താൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല, അവരുടെ സഹായാഭ്യർത്ഥന കേട്ടിട്ടില്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്താനും ഒരുപക്ഷെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു ശ്രമമാണിത്. ഇതാ സാഹചര്യത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ അയാൾ നടത്തുന്ന ഒരു ശ്രമമാണ്. അയാൾക്ക് ആ സ്ത്രീയുടെ മുന്നിൽ നിൽക്കാൻ ഒരു ചമ്മൽ തോന്നിയിരിക്കാം. അടുത്ത വരി അതുതന്നെയാണ് പറയുന്നത്. സീംസ് എംബാരസ്ഡ് ടു ബി ദെയർ. അയാൾക്കവിടെ നിൽക്കുന്നതൊരു നാണക്കേടായി തോന്നി. എന്തിനാണ് നാണക്കേട്? ഒരു പാവം സ്ത്രീയെ സഹായിക്കാൻ കഴിയാത്തതിലുള്ള ജാള്യത്തിലോ അല്ലെങ്കിൽ അങ്ങനൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നല്ലോ എന്നുള്ള പുച്ഛത്തിലോ ആകാം. ഏതായാലും അയാൾ ആ സാഹചര്യത്തിൽ നിന്നും ഒഴിച്ചോടുകയാണ് ചെയ്തത്. ആ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് അയാൾ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അയാൾക്ക് വലുത് അയാളുടെ സൗകര്യങ്ങളും സമാധാനവുമായിരുന്നു. ഇവിടെയാണ് കവി അല്ലെങ്കിൽ പാട്ടുകാരൻ നമ്മളോടൊരു കാര്യം പറയുന്നത്. പാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. കോറസ് അല്ലെങ്കിൽ റിഫ്രെയിൻ എന്ന് പറയും. ഓ തിങ്ക് ട്വൈസ്, കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. തിങ്ക് ട്വൈസ്, 2 വട്ടം ചിന്തിക്കൂ. എന്തിനാണ് 2 വട്ടം ചിന്തിക്കാൻ പറയുന്നത്?
കാരണം ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. അതായത് നിങ്ങൾക്കും എനിക്കും ഇത് സ്വർഗത്തിലെ മറ്റൊരു ദിവസം മാത്രമാണ്. ഇവിടെ പാരഡൈസ് അഥവാ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സുരക്ഷിതമായ ജീവിതത്തെയാണ്. നമുക്ക് വീടുണ്ട്, ഭക്ഷണമുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതം ഒരു സ്വർഗം പോലെയാണ്. എന്നാൽ നമ്മൾ ഈ സ്വർഗത്തിൽ സുഖിച്ചിരിക്കുമ്പോൾ പുറത്ത് തെരുവിലൊരു സ്ത്രീ തണുത്തുവിറച്ച് ഉറങ്ങാനൊരിടമില്ലാതെ സഹായത്തിനായി യാചിക്കുകയാണ്. അവളുടെ ജീവിതം നരകതുല്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പാരഡൈസ് ജീവിതത്തെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾ 2 വട്ടം ചിന്തിക്കണം. മറ്റുള്ളവരുടെ ദുരിതങ്ങളെ കാണാതെ പോകരുത് എന്നാണ് കവി നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ സുഖങ്ങൾക്കിടയിൽ കഷ്ടപ്പെടുന്നവരെ നമ്മൾ മറന്നുപോകരുത്. അതാണ് ഈ പാട്ടിന്റെ പ്രധാന സന്ദേശം. അത്രയധികം വേദനയുണ്ടായിട്ടും അവൾ എന്തു ചെയ്യുന്നു? ഷീ കാൺട്ട് വാക്ക് ബട്ട് ഷീസ് ട്രൈയിങ്. അവൾക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. കാലിൽ അത്രയധികം വേദനയുണ്ട്. എന്നിട്ടും അവൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഷീ ഈസ് ട്രൈയിങ്. ഇത് അവളുടെ നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ല. എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകാൻ അവൾ ശ്രമിക്കുകയാണ്. ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും അവളെ സഹായിക്കുമോ? ഇല്ല. കവി വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓ, തിങ്ക് ട്വൈസ്. നമ്മൾ വീണ്ടും ചിന്തിക്കണം. നമ്മുടെ സുഖപ്രദമായ ജീവിതത്തെക്കുറിച്ചും അവളുടെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ചും. ഈ 2 ജീവിതങ്ങൾ തമ്മിലുള്ള വലിയ അന്തരത്തെക്കുറിച്ചാണ് കവി വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത്. ഇനി പാട്ടിലെ അടുത്ത ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ സംസാരിക്കുന്നത് ആരാണെന്ന് വ്യക്തമല്ല. ഒരുപക്ഷേ കവി തന്നെയാകാം. അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുനിൽക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയാകാം. ഓ ലോർഡ്, ഇസ് there nothing more anybody can do? ദൈവമേ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നൊരു ചോദ്യമാണിത്. ഒരു നിസ്സഹായമായ ചോദ്യമാണ്. ഒരു സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ ഒരു സ്ത്രീ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഈ വരിയിലുണ്ട്. സമൂഹത്തിന്റെ നിസ്സംഗതയ്ക്ക് നേരെയുള്ള ഒരു ചോദ്യമാണിത്. അടുത്ത വരി നോക്കൂ. ഓ ലോർഡ്, there must be something you can say. ദൈവമേ, നിനക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവമെങ്കിലും ഇടപെടണം എന്നൊരു പ്രാർത്ഥനയാണിത്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ. അടുത്ത വരികൾ ആ സ്ത്രീയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓൺ ഹെർ ഫേസ്. അവളുടെ മുഖത്തെ ചുളിവുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. എന്തു മനസ്സിലാക്കാം? യു ക്യാൻ സീ ദാറ്റ് ഷീസ് ബീൻ ദേർ. അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ന്. ലൈൻസ് ഓൺ ഹെർ ഫേസ് എന്നത് പ്രായം കൊണ്ടുണ്ടാകുന്ന ചുളിവുകൾ മാത്രമല്ല, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സമ്മാനിച്ച അടയാളങ്ങൾ കൂടിയാണ്. അവളുടെ മുഖം അവളുടെ ജീവിതകഥ പറയുന്നു. എന്താണ് അവളുടെ കഥ? പ്രോബബ്ലി ബീൻ മൂഡ് ഓൺ ഫ്രം എവ്രി പ്ലേസ് കോസ് ഷീ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ദേർ. അവളെ എല്ലായിടത്തു നിന്നും ആട്ടിപ്പായിച്ചിട്ടുണ്ട്. മൂഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചുവിടുക. എന്തിനാണ് അവളെ എല്ലായിടത്തു നിന്നും ഓടിച്ചുവിടുന്നത്? കോസ് ഷീ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ദേർ. കാരണം അവൾ ഒരിടത്തും ഫിറ്റാകുന്നില്ല. അതായത് നമ്മുടെ വൃത്തിയും ഭംഗിയുമുള്ള സമൂഹത്തിൽ അവളെപ്പോലെ പാവപ്പെട്ട വൃത്തിയില്ലാത്ത ഒരാൾക്ക് സ്ഥാനമില്ല. അവളെ എല്ലാവരും ഒരു ഭാരമായി, ഒരു ശല്യമായി കാണുന്നു. അതുകൊണ്ട് അവളെ ഒരിടത്തും നിലയുറപ്പിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. സമൂഹം അവളെ എങ്ങനെയാണ് ഒറ്റപ്പെടുത്തുന്നതെന്ന് നോക്കൂ. എന്ത് സങ്കടകരമായ അവസ്ഥയാണല്ലേ? അവസാനം കവി വീണ്ടും ആ കോറസ് ആവർത്തിക്കുന്നു. ഓ തിങ്ക് ട്വൈസ്. ഇത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പാരഡൈസ് ജീവിതം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതേ ലോകത്തു തന്നെ മറ്റൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച്. ആ സ്ത്രീക്ക് അതൊരു സാധാരണ ദിവസമാണ്, ദുരിതങ്ങളുടെ മറ്റൊരു ദിവസം. നമുക്കോ അത് സ്വർഗത്തിലെ മറ്റൊരു ദിവസം. ഈ വലിയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഈ പാട്ട് നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചുറ്റുമുള്ളവരെ കാണാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും തയ്യാറാകണം എന്ന വലിയ സന്ദേശമാണ് ഫിൽ കോളിൻസ് ഈ പാട്ടിലൂടെ നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും ഈ പാട്ടും അതിന്റെ അർത്ഥവും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800 606 66 33 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.